കാലത്ത് നല്ലവനായി ജീവിച്ചാൽ, അരുതായ്മകളുടെ പരിസരത്ത് അരുതായ്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ അത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ്. തെറ്റുകൾ നിറഞ്ഞ കലാലയങ്ങളിൽ, ഗ്രാമങ്ങളിൽ, കൂട്ടു സംഘങ്ങളിൽ എല്ലാം നിൽക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി തെറ്റിൽ നിന്നൊന്ന് വിട്ടുനിൽക്കാൻ കഴിഞ്ഞാൽ അത് രക്ഷയ്ക്കുള്ള വഴിയാണ്. തൗബയ്ക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന പുണ്യകർമ്മമാണ്. നമ്മൾ ആലോചിക്കണം. ഈ ഞാൻ ഇന്ന് പറയുന്ന വിഷയങ്ങളുടെ മുഴുവനും ഒരൊറ്റ പോയിന്റേ എനിക്ക് ലക്ഷ്യമുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ അല്ലാഹ് എന്നൊരു ഓർമ്മ ഒരല്പസമയമെങ്കിലും ഉണ്ടാവണം. അല്ലാഹ് എന്ന ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടാവണം. അല്ലാഹ് എന്ന വിചാരം നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയെങ്കിലും വരണം. അറിയുമോ, മഹാനായ സയ്യിദുനാ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയാണ്, ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുമ്പോൾ നദറത്തു ഫിൽ ഖൽഖി, അതാ ഞാനിങ്ങനെ സൃഷ്ടികളിലേക്ക് നോക്കിയപ്പോൾ അവരെ പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട്, അവരെ പരസ്പരം പഴിചാരുന്നുണ്ട്. അതേ സമയത്തോ അസൂയ വെക്കുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാനം വാസുലുഹാദാ, ഇതിന്റെ മുഴുവനും അടിസ്ഥാനം ഹസദാണ്. ثم نظرت إلى قول الله عز وجل, ഞാൻ അല്ലാഹുവിന്റെ പവിത്ര വചനത്തിലേക്ക് നോക്കി. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അല്ലാഹു പറഞ്ഞു ഈ ലോകത്തേക്ക് ഓരോരുത്തർക്കും വേണ്ട വിഭവം അല്ലാഹു ഡിവൈഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന്. ഫതറക്തുൽ ഹസദാ, അതോടെ എന്റെ അസൂയ ഞാൻ അവസാനിപ്പിച്ചു. വജ്തനബതുന്നാസ, ജനങ്ങളെ കുറിച്ചുള്ള ആലോചന വിട്ടു. വഅലിംതു അന്നൽ ഖിസ്മത മിൻ ഇൻദില്ലാഹ്, എല്ലാ വിഹിതവും അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. ഫതറക്തുൽ ഹസദ അന്നീ, അവൻ ആലിമായതിൽ ഞാൻ അസൂയ വെച്ചിട്ട് കാര്യമില്ല, അവൻ മുതലാളിയായതിൽ ഞാൻ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കുള്ളത് എനിക്കും അവനുള്ളത് അവനും വിഹിതം വെച്ചവൻ അല്ലാഹുവാണ്. വെറുതെ അസൂയ മുത്തുകാലം കളയേണ്ട ആവശ്യമില്ല. ഒരു ആലിമിന് ലോകത്ത് വലിയ അംഗീകാരമുണ്ടായി, അത് കണ്ടിട്ട് വേറെയാൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു പണ്ഡിതന് നേരത്തെ നിലപാടുകൾ രൂപീകരിക്കാനായി, അതിൽ അസൂയ വെച്ചിട്ട് കാര്യമില്ല. കാറ്റും കോളുമറിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ മഹാന്മാരായ ദിഷണാശാലികൾക്ക് കാലങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു. ആ സമയത്ത് അസൂയ വെച്ച ആളുകൾ ഉണ്ടാവാം, അവരിന്ന് പരിഭവിക്കുകയാണ്. അസൂയ വെച്ചിട്ട് കാര്യമില്ല. അല്ലാഹു തആലയാണ് നമുക്ക് എല്ലാം തരുന്നവനെന്ന വിശ്വാസമുണ്ടായാൽ അസൂയക്ക് ന്യായമില്ല. അവന് കിട്ടിയല്ലോ, കിട്ടരുതായിരുന്നു എന്ന് വിചാരിക്കണ്ട. അവൾക്ക് നല്ല വീടുണ്ട്, അവന് നല്ല ഭാര്യയുണ്ട്, അവൾക്ക് നല്ല ഭർത്താവുണ്ട്, അവൾക്ക് നല്ല സമ്പത്തുണ്ട്, അവന് നല്ല മക്കളുണ്ട്. ഒരു കാര്യത്തിലും നമ്മൾ അസൂയ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം തീരുമാനിച്ചു തരുന്നവൻ അല്ലാഹ്. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു ഹുവ തആലാ ഫീ ഉലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചന നമ്മുടെ ഖൽബിലേക്ക് വരണം.